അതെ അതെ, പോലീസ് പിടിച്ചിട്ട് കസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസിൽ ഇവന്റെ ഇത് പിടിച്ച 900 ഗ്രാമാണ്. മാത്രമല്ല അവനെ കൊണ്ടുപോയി പുളിക്കൽ ഒരു ഹോസ്പിറ്റലിലാണ് സ്കാൻ ചെയ്യുന്നത്. കാരണം ഇത് ബാക്ക് ഹോളിലൂടെ അവർ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഉണ്ടോ, അവനില്ല എന്നാണ് പറഞ്ഞത്. ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് സ്കാനിങ്ങിന് കൊണ്ടത്, പറഞ്ഞല്ലോ. ആ സ്കാൻ റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സ്കാൻ റിപ്പോർട്ട് അനലൈസ് ചെയ്താൽ അതിൻ്റെ സൈസും കാര്യങ്ങളും സയൻറ്റിഫിക്കായി അനലൈസ് ചെയ്താൽ ഈ പറയുന്ന 900 ഗ്രാം ഉണ്ടാവും. അനലൈസ് ചെയ്യണം, അന്വേഷിക്കണം. അത് അജിത് കുമാറാണല്ലോ അവിടെ പാൻറ് കത്തിച്ച് സ്വർണ്ണം എടുക്കുന്നത്, മനസ്സിലായോ? അപ്പം ഈ പണി എനിക്ക് എടുക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇതെല്ലാം അതിൻ്റെ രീതിയിലാണ് നടക്കുന്നത്. ഒരാളില്ല, സാക്ഷിയില്ല, സർക്കാർ ഉദ്യോഗസ്ഥരില്ല, നാട്ടുകാരെയും വിളിച്ച് വിറ്റ്നസ് ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമത്തെ കേസ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കാം. ഞാനെന്താ അറിയോ, മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത്. ഈ കുട്ടിയും അവരെ ജ്യേഷ്ഠത്തെയും അമ്മാവൻ്റെ മകനോ പോയത്, ആ ഫാമിലിയെ പോയത്. അടുത്ത കേസ് വാപ്പി ഉമ്മയാണ്. 4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന മകനെ റിസീവ് ചെയ്യാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ പോയതാ. കാളിയാവിലുള്ള സമദ്, അവൻ്റെ അടുത്ത് ഇതേപോലെ എയർപോർട്ട് കഴിഞ്ഞ് വന്ന് പോലും മഞ്ചേരിയിലെത്തി. രാവിലെ 7:30 മണിക്കാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. പോലീസ് തന്നെ വിളിച്ചു, നീ ഈ ഫ്ലൈറ്റിൽ വന്നാലും ചോദിച്ചു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പുറത്ത് കൊണ്ടുപോയി എവിടെ സാധനം ചോദിച്ചു. അപ്പോൾ അവൻ ഇതേപോലെ തന്നെ ഇവരൊക്കെ ഈ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടാണ് വരുന്നത്. അവിടെ എത്തി ബാത്റൂമിൽ കയറി, ഹോട്ടലിൻ്റെ ബാത്റൂമിൽ കയറി സാധനം എടുത്ത് കഴുകി വൃത്തിയാക്കി. അവൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലിട്ടിട്ട് ഉമ്മാക്കും വാപ്പാക്കൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് കിട്ടുകയെന്ന്. അപ്പോൾ അവൻ കൊണ്ടുവന്നതിനെന്താ ടിക്കറ്റ് പിന്നെ 50,000 രൂപയെ. 4 വർഷമായി അവിടെ നിന്ന് ജോലിയൊന്നും ശരിയാകാതെ വീട്ടിലേക്ക് പോരാൻ ഒരു മാർഗമില്ലായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ അവിടുന്ന് അവനെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നു, കൊണ്ടോട്ടി കൊണ്ടുപോകുന്നു. വാപ്പയും ഉമ്മയും അവൻ്റെ ബന്ധു കൂടിയും അവർ വന്ന വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തുന്നു. ഇവരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. വൈകുന്നേരം വരെ ഇരിക്കുന്നു. അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ ഗോൾഡ് അവരെടുക്കുന്നു, ഒരു കടലാസുമില്ലാതെ. അവൻ്റെ പാസ്പോർട്ടും ഫോണും വാങ്ങി വെച്ചു. ഇവന് ഫോൺ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇത് വെളിയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പ്രശ്നമാവും എന്ന് ഒരു സൂചനയും നൽകിയിട്ട് അവനെ വിട്ടു. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ട് അവൻ കൊണ്ടോട്ടി സ്റ്റേഷനിൽ ചെല്ലുകയാണ്. എൻ്റെ പാസ്പോർട്ട് എവിടെയാണ്, എൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ മഞ്ചേരി കോടതിയെ സമീപിക്കാൻ പറയുന്നു. അവൻ വക്കീലിനെ ഏൽപ്പിക്കുന്നു. വക്കീൽ വന്ന് ഇതിൽ ഇടപെടുന്നു. 10,000 രൂപ ഫൈന് കെട്ടിയിട്ട് അവൻ്റെ ഫോണും പാസ്പോർട്ടും തിരിച്ചെടുക്കുന്നു. സ്വർണം എത്രയാണ് എന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ട്. ആ CMPയിൽ സ്വർണത്തിൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇനി ആ CMPയിൽ തന്നെ വേറെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ അവൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ടു വക്കീലിന് ഓർമ്മ പ്രകാരം 300 ഗ്രാം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ല കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് വരണം. അപ്പം ഇവനും കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ 1 കിലോൻ്റെ താഴെയാണെങ്കിൽ അന്നത്തെ നിയമപ്രകാരം ഇവർക്ക് ബെയിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്ന 950 ഗ്രാം 900 ഗ്രാം. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉരുക്കി എന്താ പറയുക ക്യാപ്സ്യൂളാക്കിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. ആ വിഷയത്തിൽ എത്രയാണ് മുക്കിയത്? വക്കീൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 900 ഗ്രാമിൽ 320 ഗ്രാം എന്താ പറഞ്ഞു. ബാക്കി പറയുന്ന 575 ഗ്രാം മുക്കിയിരിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതല്ല ADGP ഈ കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികളിലേക്ക് CM എത്തിയോ എന്ന് CM-ഉം പാർട്ടിയും പരിശോധിക്കണം. രണ്ടാമത്തേത്